For a good conjugal life, or if we put it in a very, very blatant language, for a good sex life, there are certain prerequisites. ചില മാനദണ്ഡങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെക്സ് ലൈഫ് ഉണ്ടാവുന്നതിന് മുൻപ് നിങ്ങൾ ടിക്ക് ചെയ്യണം. മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വളരെ വളരെ വിശാലമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവണം, സുതാര്യത ഉണ്ടാവണം നിങ്ങളുടെ ബന്ധത്തിൽ. സെക്കൻഡ്, നിങ്ങളും പാർട്ട്ണറും തമ്മിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു ടീമായിട്ട് ഒന്നിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ആയിരിക്കണം നിങ്ങൾ ചെയ്യുന്നത്. മൂന്ന്, സെക്ഷുവൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരിക്കലും രണ്ട് ശരീരങ്ങൾ ഭോഗിക്കുമ്പോൾ ഉണ്ടാവുന്നതല്ല. സെക്ഷുവൽ ഹാപ്പിനെസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷുവൽ പ്രൊസീജിയേഴ്സ് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം പോരാ. നിങ്ങൾക്ക് സെക്ഷുവൽ പ്രൊസീജിയേഴ്സ് കറക്റ്റായിട്ട് ചെയ്യുകയും പാർട്ട്നേഴ്സ് തമ്മിൽ ഇറ്റുപോലും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെയും ആവുന്ന സിറ്റുവേഷൻസ് ഒത്തിരി ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന ആക്ട് ചിലപ്പോൾ കറക്റ്റായിരിക്കാം, പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ലെവലിൻ്റെ എത്രയോ താഴെയായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ പെർഫോമൻസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നത് ഫുൾഫിൽമെൻറ്റിനെ കുറിച്ചാണ്. നിങ്ങളെന്ന് പറയുന്നത് പുരുഷന്മാരെ കുറിച്ചാണ്. പുരുഷന്മാർ കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ ഫോർപ്ലേയിൽ നിന്ന് ഒരു നീണ്ട ഒരു റിലേറ്റിംഗ് വിത്ത് ദ ബോഡീസ് എന്നുള്ളതിനല്ലാതെ ഇവർ ആലോചിക്കുന്നത് എത്ര പെട്ടെന്ന് എനിക്ക് ഇജാക്കുലേറ്റ് ചെയ്യാം. ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്ന മാതിരത്തൊരു സംഭവം മാത്രമാണ്. അതൊരു പ്ലഷർ അല്ല. ഇജാക്കുലേറ്റ് ചെയ്തു പോകുമ്പോൾ സെമൻ പുറത്തേക്ക് പോകുന്നു, യു ആർ വേസ്റ്റിംഗ് ദ സെമൻ, അത്രേ അവിടെ നടക്കുന്നുള്ളൂ. അത് പിടിച്ചു നിർത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ടെൻഷൻ, നിങ്ങളത് ഇജാക്കുലേറ്റ് ചെയ്ത് പോകുന്നതോടുകൂടി നിങ്ങളുടെ വീര്യം മൊത്തം പോവുകയാണ്. നേരെ മറിച്ച് നിങ്ങളുടെ പാർട്ട്ണർ അഥവാ നിങ്ങളുടെ പങ്കാളിയായിട്ടുള്ള സ്ത്രീ നിങ്ങൾ വിചാരിക്കുന്ന ലെവലിലേക്ക് ചൂട് പിടിച്ച് വന്നിട്ട് പോലും ഉണ്ടാവില്ല. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഇമോഷണൽ കണക്റ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്, നിങ്ങൾ ആരുമായിട്ടാണോ സെക്സ് ചെയ്യുന്നത് അവരുമായിട്ടൊരു ഡീപ്പ് ഇമോഷണൽ കണക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. സെക്സ് എന്ന് കേൾക്കുമ്പോഴേക്കും സമൂഹം നിങ്ങളെ ഒരു ഹിറ്റ് ലിസ്റ്റിലാണ് ഇട്ട് വെക്കുന്നത്. പക്ഷേ സമൂഹത്തിനും ഇതിനെക്കുറിച്ച് പ്രത്യേക ഒരു ധാരണയില്ല. സെക്ഷുവൽ എന്ന് പറഞ്ഞാൽ സെൻഷ്വൽ എന്നുകൂടിയാണ്. നിങ്ങളുടെ ഇമോഷണൽ കണക്റ്റും ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം തമ്മിൽ നേക്കഡായി കാണുന്നതിനെ അല്ല ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുന്നത്. ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെയും നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളെയും ട്രാൻസ്പെറൻ്റായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ തമ്മിൽ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം, ആ ബോണ്ടിങ്ങും. സോ ഫസ്റ്റ്, ഇമോഷണൽ കണക്റ്റഡ്നെസ്. സെക്കൻഡ്, ഇമോഷണൽ ഇൻറ്റിമസി. തേർഡ്, ഇമോഷണൽ ഇൻറ്റിമസി വന്നു കഴിയുമ്പോൾ അത് രണ്ട് ശരീരത്തിലൂടെയുമാണ് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. ഉദാഹരണത്തിന്, ഞാൻ നിന്നെ എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നതിനേക്കാളും നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ മുറുക്കി കെട്ടിപ്പിടിച്ചാൽ ഉണ്ടാകുന്ന സെയിം ഇഫക്റ്റാണ് നിങ്ങൾ 100 വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കാത്തത് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ ഇമോഷണൽ ഇൻറ്റിമസിയിൽ നിന്ന് ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ ലെവൽ ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടെങ്കിലേ അത് ഫിസിക്കാലിറ്റിയിലേക്ക് പുറത്തേക്ക് വരികയുള്ളൂ. ഇല്ല എങ്കിൽ രണ്ട് ചത്ത ശരീരങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നതിനുള്ള സമമാണ്. ഒരു സ്ത്രീയുടെ മുലകളോ അവളുടെ യോനിയോ ഒരു പുരുഷൻ്റെ ലിംഗമോ മാത്രമല്ല ഇവിടുത്തെ വിഷയം. സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് സേഫ് ആണ് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓൺലി എ സേഫ് പാർട്ട്ണർ ക്യാൻ ഗിവ് സെക്യൂരിറ്റി ഫോർ എ വുമൺ. നീ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്നൊരു സ്ത്രീക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ മാത്രമേ അവളെ നിങ്ങൾക്ക് തരികയുള്ളൂ.
സെക്ഷുവൽ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഓർഗാസം എത്തിക്കണം മുതലായ മിഥ്യാധാരണകളിലേക്ക് നിങ്ങൾ പോകാതെ ഇരുന്നാൽ, എൻ്റെ പെർഫോമൻസ് അവളെ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന പെർഫോമൻസ് ആങ്സൈറ്റി ഇല്ലാതെ ഇരുന്നാൽ, നിങ്ങൾ സ്വാഭാവികമായും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള ഇടപെടലുകളിൽ നിന്ന് തന്നെ ആ ഒരു ഇൻറ്റിമസി വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോസസ്സിനെ റഷ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് തിരക്കിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ എലാബറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. നേരെ മറിച്ച് സെക്ഷുവൽ ആക്ടിവിറ്റീസ് അഥവാ ഫിസിക്കൽ ഇൻറ്റിമസിയിൽ ഏറ്റവും കുറച്ച് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയമാണ് കഡ്ലിംഗ്, കിസ്സിങ് ആൻഡ് ഹഗ്ഗിങ്. ഈ 3 സംഭവത്തിന്, കഡ്ലിംഗ്, കിസ്സിങ് ആൻഡ് ഹഗ്ഗിങ്ങിന് ഓക്സിറ്റോസിൻ ആൻഡ് ഡോപ്പമീൻ റിലീസ് ചെയ്യാൻ പാകത്തിലുള്ള ഇതിൻ്റെ കഴിവിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഡോപ്പമീൻ, ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യപ്പെടാൻ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് കഡ്ലിംഗ്, കിസ്സിങ്, പെറ്റിംഗ് ആൻഡ് ഹഗ്ഗിങ് വെരി ടൈറ്റ്ലി. ദാറ്റ് very act gives protection for the woman. That woman will feel secured in the hands of her lover or the spouse, whatever it is. നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ ഇതിനെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ, പിന്നെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അവളുടെ മുലകളും യോനിയും മാത്രമല്ല പ്ലഷർ പോയിൻറ്റ്സ്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എമ്പാട് പ്ലഷർ പോയിൻറ്റ്സ് ഉണ്ട്. അത് എന്താണ് എന്ന് നിങ്ങൾ ആ സ്ത്രീയുമായി ഓരോ തവണ ബന്ധപ്പെടുമ്പോഴും നിങ്ങൾക്ക് ഓരോ പ്ലഷർ പോയിൻറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ വരണമെങ്കിൽ ഈ മുന്നിലിരിക്കുന്നത് ഒരു 6 കോഴ്സ് മീലാണ് എന്ന രീതിയിൽ അത്ര രാജകീയമായി അതിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒന്ന് ഇജാക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്സായി എന്ന് വിചാരിക്കുന്ന മണ്ടന്മാരാവരുത്. ഇനിയും ഇത്ര കാലമായിട്ട് നമ്മൾ 2025 എത്തിയിട്ടും ഇതിനൊരു മാറ്റവും ഇല്ലല്ലോ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമാണ് തോന്നുന്നത്. നിങ്ങളുടെ ഓറൽ സെക്സിന് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ കലാവിരുദ്ധമല്ല ഇവിടെ ആൾക്കാർ നോക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പെണ്ണിനെ സാറ്റിസ്ഫൈ ചെയ്യത്തക്കതായിട്ടുള്ള പോയിൻറ്റ്സ്, പ്ലഷർ പോയിൻറ്റ്സ് അറിയുമോ എങ്കിൽ നിങ്ങൾ വിജയിച്ചു. 2 പേരെയും എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിനെ മറികടന്ന് ചില കേസസിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അവിടെ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങളെ ഇമോഷണൽ കണക്ഷൻ തമ്മിൽ വലിയ അന്തരം ഉണ്ടാവും. അത് നിങ്ങൾ പാച്ചപ്പ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായും, ഇത് മലയാളത്തിലൊരു വേർഡ് ഉണ്ട് ഇതിനെ, കളിക്കുക. വളരെ തെറ്റായ വാക്കാണ് ഈ കളിക്കുക എന്ന് പറയുന്നൊരു തെറ്റായ വാക്കാണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ പൂജ ചെയ്യുന്നതിന് സമമായിരിക്കണം ഈ സെക്ഷുവൽ ആക്ടിവിറ്റി ചെയ്യുന്നത്. അല്ലാതെ കളിക്കുക എന്ന് പറയുന്ന ഒരു വളരെ ലാഘവമായിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ച് ഇത്ര ചെറുതാക്കല്ലേ അതിനെ. അത് വളരെ വളരെ സേക്രഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ എങ്ങനെയാണെന്ന് നിങ്ങൾക്കത് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക.